അയ്യപ്പസ്വാമി സമിതിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് മാളികപ്പുറം മേൽശാന്തി ബ്രഹ്മശ്രീ വാസുദേവനമ്പൂരി. സംശയം ലോകാരാധിയായ മാളികപ്പുറം അമ്മയെ ദർശിക്കുവാനായി പ്രാർത്ഥിക്കുവാനായി അനേകായിരം ആളുകൾ അനുദിനം എത്തുന്നു. ഒപ്പം ഇവിടെയും എത്തുന്നത് അങ്ങയുടെ അടുത്തേക്ക്. എങ്ങനെ അനുഭവപ്പെടുന്നു ഈ ഒരു ആനന്ദം? ആനന്ദം എന്നല്ല, പരമാനന്ദം എന്ന് വേണം പറയാൻ. നമ്മൾ ഏതൊരമ്പലത്തിൽ ശാന്തി വയ്ക്കുന്നേക്കാളും കൂടുതൽ പൂജാധികാരങ്ങൾ ചെയ്യാൻ നമുക്ക് സൗകര്യങ്ങളുണ്ട്. പിന്നെ അതിനേക്കാൾ കൂടുതൽ നമ്മൾ അത്രയും മാളികപ്പുറത്തമ്മ എങ്ങനെ കാണുന്നോ അതേപോലെ തന്നെ നമ്മളെയും ഭക്തന്മാരെ കാണാൻ. അപ്പം അത്രയ്ക്ക് ഒരു യോഗ്യത നമുക്കുണ്ടോ എന്നുള്ള തോന്നലാണ് വരിക. ആ യോഗ്യതയും ഒരുപാടധികം തിരഞ്ഞെടുപ്പ് പ്രോസസ്സുകളിലൂടെ കൂടെ പൂർത്തിയായിട്ടാണ് അല്ലേ നമുക്ക് ഈ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതെങ്ങനെ തോന്നുന്നു? അതൊരു ഭാഗ്യമായിട്ട് അല്ലെങ്കിൽ സന്തോഷമായിട്ട് എങ്ങനെ അനുഭവം? അത് ഭാഗ്യം എന്നല്ല, മഹാഭാഗ്യം എന്ന് വേണം പറയാം. കാരണം 15 പേരാണ് ഇത്തവണ മാളികപ്പുറത്ത് ലിസ്റ്റിലുണ്ടായിരുന്നത്. അതിൽ 14ാമത്തെ റാങ്കാണ് എനിക്ക്. 13ാമത്തെ നറുക്കിലാണ് എൻ്റെ പേര് കിട്ടിയത്. 12 നറുക്കും കഴിഞ്ഞു, 13ാമത്തെ നറുക്കാണ് എൻ്റെ പേര്. വളരെയധികം സന്തോഷം. പിന്നിട്ട കാലങ്ങളിൽ വലിയൊരു ആഗ്രഹമായിട്ട് പ്രാർത്ഥനയായിട്ട് മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ടാവണം. ആഗ്രഹം എന്ന് പറയാൻ പാടില്ല, മോഹനെ പറയാൻ പാടില്ല. ആഗ്രഹം എന്ന് പറഞ്ഞാൽ താങ്കളുടെ കയ്യിലുള്ള സാധനം എനിക്ക് കിട്ടണം എന്നുള്ളതായി. മറ്റേ മോഹമാണ്. ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ആകാശത്തോളം മോഹിച്ചോളൂ കുന്നോളം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു മോഹമാണ് അത്ര. അതിപ്പോൾ എൻ്റെ നല്ല പൂജാധികാരങ്ങൾ പഠിച്ച ഏതൊരു നമ്പൂരി അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെയും ആഗ്രഹമാണ് ശബരിമലയോ മാളികപ്പുറത്തോ ഒരു പൂവെടുത്തിടുക എന്ന് പറഞ്ഞാൽ. മേശാന്തി പോലെ പിന്നെ ഒരു പൂവെടുത്തിടാൻ പറ്റുക എന്നുള്ളത്. അത് 2011 മുതൽക്കാണ് എനിക്ക് ആ ഒരു യോഗ്യത കിട്ടിയത്. 3 നേരം പൂജയുള്ള 2 നേരം നട തുറക്കുന്ന ക്ഷേത്രത്തിൽ 12 വർഷം മേൽശാന്തി ആയിരിക്കും. ആ ഒരു യോഗ്യത എനിക്ക് കിട്ടിയത് പന്തീരങ്കാവ് ക്ഷേത്രത്തിലാണ്. അപ്പോൾ ആ വർഷം തോന്നിയതാണ്, 12 വർഷം കഴിഞ്ഞപ്പോൾ ഈ വർഷം അപേക്ഷിക്കാൻ തോന്നിയതാണ്. അങ്ങനെ അപേക്ഷിച്ചു. 2018 വരെ തുടർച്ചയായിട്ട് അപേക്ഷിച്ചു. 2018 നിർത്തി അപേക്ഷിക്കൽ. വീട്ടിൽ പോരാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇൻ്റർവ്യൂവിന് 3 ദിവസം തിരുവനന്തപുരത്ത് പോയി നിൽക്കണം, ഒരുപാട് പേപ്പർ വേണം, ഇതൊക്കെ റെഡിയാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പ്രളയം, കോവിഡ്, പിന്നെ വേണ്ട വിചാരിച്ചു. പക്ഷെ ഇക്കൊല്ലം എന്തോ ഞാൻ ഇതുവരെ പൂജ വെച്ച എൻ്റെ പാലകുറുമ്പ അമ്മ അവിടെ ഇരിക്കുമ്പോഴാണ് തോന്നിയത് ഇക്കൊല്ലം കൂടെ ഒന്ന് കൊടുക്കാൻ തോന്നി. അത് കൊടുത്തു. ലിസ്റ്റിൽ വരുന്ന പ്രതീക്ഷയൊന്നുമില്ല, കാരണം എത്രയോ വർഷം 8-9 വർഷമായില്ലേ കൊടുക്കുന്നു. ലിസ്റ്റിൽ വന്നു, അപ്പോഴും കിട്ടുമെന്ന് പ്രതീക്ഷയൊന്നുമില്ല. കാരണം 18 തവണയൊക്കെ ലിസ്റ്റിൽ വന്നിട്ട് കിട്ടാതെ പ്രായം കഴിഞ്ഞിട്ട് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. കഴിഞ്ഞ ശബരിമല മേൽശാന്തി മഹേഷ് 14-15ാമത്തെ തവണയാണ് കൊടുക്കുന്നത്. ഞാനും ഏകദേശം ആ റേഞ്ചിലെത്തും. ഞാൻ നിർത്തിയതുകൊണ്ടാണ്. മഹേഷും ഞാനും ഒരേ സമയത്താണ് കൊടുത്തു തുടങ്ങിയത്. ലിസ്റ്റിൽ വന്ന് കഴിച്ചിട്ട് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമില്ല. നറുക്കെടുപ്പിലും പ്രതീക്ഷയൊന്നുമില്ല. നറുക്കെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്കാണെന്ന് അറിഞ്ഞു. അതും പന്തീരങ്കാവുള്ള എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ച് പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. നറുക്കെടുത്തത് പന്തളം രാജകുടുംബത്തിലെ വൈഷ്ണവിയാണ് അല്ലേ? അപ്പോൾ അതെടുത്ത് പേര് അങ്ങേറ്റെന്ന് പറഞ്ഞ ആ നിമിഷം, അപ്പോൾ ആ സമയത്ത് എവിടെയായിരുന്നു? ഞാൻ മാങ്കാവ് തൃശാല ദേവീക്ഷേത്രത്തിലായിരുന്നു. കോഴിക്കോട് പന്തീരങ്കാവ്. വേറെ ഏതൊക്കെ പ്രധാന ക്ഷേത്രങ്ങളാണ്? പന്തീരങ്കാവ് ക്ഷേത്രത്തിലാണ് 15 വർഷം. പിന്നെ ചാലപ്പുറം ശ്രീക്ഷേത്രത്തിൽ ഒരു 7 വർഷം. പിന്നെ ഞങ്ങളെ ഇല്ലംവക ക്ഷേത്രമാണ് പാലകുറുമ്പ ദേവീക്ഷേത്രമാണ്. അവിടെ ഞങ്ങൾ പാരമ്പര്യ അമ്പലമാണ്, പാരമ്പര്യ ശാന്തിയാണ്. തന്ത്രി ഞങ്ങളാണ്, ശാന്തി ഞങ്ങളാണ്, ഊരാളൻ ഞങ്ങളാണ്. അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് അപേക്ഷിച്ചത്. അത് പിന്നെ ഞാൻ ഇവിടെ മാങ്കാവ് അമ്പലത്തിലെ ശാന്തിക്കാരന് ഗുരുവായൂർ അമ്പലത്തിൽ ജോലി കിട്ടിപ്പോയി. അപ്പം പകരമായിട്ടൊരു 15 ദിവസത്തേക്ക് പോയതാണ്. അവിടെ ഈ തന്ത്രിമാർ ചെയ്യുന്ന പൂജാതി കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളുണ്ട് നവരാത്രി കാലത്ത്. അത് അറിയുന്ന ആൾ വേണം, ഇന്ന് വരാൻ പറ്റുമോ ചോദിച്ച് പോയതാണ്. പക്ഷെ അവിടെ 15 ദിവസം പറഞ്ഞിട്ട് 17 ദിവസമായി. 17ാമത്തെ ദിവസമാണ് നറുക്കെടുപ്പിൽ കിട്ടിയത്. അതും കൂടെ ഒരു നിമിത്തം, നിയോഗം, ഈശ്വരാനുഗ്രഹമൊക്കെ നമുക്ക് വ്യത്യസ്ത തരത്തിലായിരിക്കുമല്ലോ അനുഭവപ്പെടുക. അപ്പോൾ ഭഗവാന്റെ ഒരു ശക്തി ചൈതന്യം, അയ്യപ്പസ്വാമിയുടെയും മാളികപ്പുറത്തമ്മയുടെയും ആ ചൈതന്യം അങ്ങേക്ക് അനുഗ്രഹമായിട്ട് ഏതളവിലാണ് അനുഭവപ്പെടുന്നത്? അനുഗ്രഹം അളക്കാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരുടെ അനുഭവത്തിലല്ലേ അനുഗ്രഹത്തിൻ്റെ അളവ്. എനിക്കിപ്പോൾ പറയാം 150% എന്നൊക്കെ വേണമെങ്കിൽ പറയാം. 100 എന്ന് പറഞ്ഞാൽ പോരാ. അല്ല, അങ്ങനെ അനുഗ്രഹം ഉണ്ടെങ്കിലേ ഇന്നിവിടെ ഇരിക്കാൻ പറ്റൂ, നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം ചോദിക്കാൻ പറ്റൂ. ഒരു അമൃത അല്ലെങ്കിൽ ജന TV ഏതെങ്കിലും ഒരു ചാനലുകാർ വന്നൊരു ചോദ്യം ചോദിക്കണേ. അയ്യപ്പൻ്റെയും മാളികപ്പുറത്തമ്മേൻ്റെയും ഞാനിതുവരെ പൂജ വെച്ച എല്ലാ ക്ഷേത്രങ്ങളെ ദേവീദേവന്മാരും, എൻ്റെ ഗുരു കാരണവന്മാരെയും, എൻ്റെ പിതൃക്കളെയും എല്ലാവരെയും അനുഗ്രഹം ഒരേപോലെ വേണം. അങ്ങനത്തെ നറുക്കാണ് ശബരിമല. ഗുരുവായൂരൊക്കെ ആണെങ്കിൽ ഒരു നറുക്കെടുത്താൽ പേര് വായിച്ചാൽ അയാൾ മേൽശാന്തി. ശബരിമല അതല്ല. ശബരിമല 15 ആളാണെങ്കിൽ
ഒരു കുടത്തിൽ 15 പേര്, മറ്റേതൊരു കുടത്തിൽ 14 കാലി, ഒന്നിൽ മേൽശാന്തി എന്നുള്ളതാണ്. ഈ പേരും മേൽശാന്തി എന്നുള്ളത് ഒരുമിച്ച് കിട്ടണം. അപ്പം അത് അത്രയും അനുഗ്രഹം ഉണ്ടെങ്കിലല്ലേ കിട്ടും. അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഭക്തി കൊണ്ട് നിർവചിക്കുന്നുണ്ട്, യുക്തി കൊണ്ട് നിർവചിക്കുന്നുണ്ട് ആളുകൾ കാര്യങ്ങൾ. അപ്പോൾ വർഷങ്ങൾ എത്രയോ കഴിയുമ്പോഴും കാലം എത്ര പുരോഗമിക്കുന്നു, ശബരിമലയിൽ തിരക്ക് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആ ഭക്തിക്കൊട്ടും കുറവ് വരുന്നില്ല, കൂടിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. അത് കാരണം സ്വന്തം അനുഭവങ്ങളിൽ നിന്നും ആളുകൾക്ക് അത് കൃത്യമായി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ശബരിമലയടുത്ത് പറഞ്ഞാൽ ഞാനൊരു 4 വയസ്സിൽ വരാൻ തുടങ്ങിയതാണ് ശബരിമലയ്ക്ക്. അച്ഛൻ്റെ കൈ പിടിച്ച് വരാൻ തുടങ്ങിയതാണ്. അന്ന് ഈ കാണുന്ന സംവിധാനങ്ങളൊന്നുമില്ല. ഒന്നെങ്കിൽ എരുമേലിയിൽ നടക്കണം, അല്ലെങ്കിൽ ചാലക്കയത്ത് നടക്കണം, അല്ലെങ്കിൽ പുല്ലുമേട് വഴി വണ്ടിപ്പെരിയാർ വഴി വരണം. ഞാൻ ചാലക്കയം വഴി നടന്നിട്ടാണ് അച്ഛനോട് ആദ്യം വന്നത്. ഇപ്പോൾ ഈ ഒരു കോവിഡ് കാലഘട്ടത്തിൽ ഒരു 2 വർഷം ഞാൻ വരാത്തുള്ളൂ. ഇപ്പം എനിക്ക് 54 വയസ്സായി. അപ്പം അത്രയും വർഷക്കാലം ഞാൻ വന്നിട്ടുണ്ട്. ഞാൻ വന്നു എന്നല്ല, എൻ്റെ കുട്ടികളെല്ലാവരെയും കൊണ്ടുവന്നിട്ടുണ്ട്, അനിയൻ്റെ കുട്ടികളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ ശബരിമലയ്ക്ക് വരുമ്പോൾ എൻ്റെ കൂടെ ചുരുങ്ങിയത് 20, 22, 40ഓളം ആളുകളുണ്ടായിരുന്നു. പക്ഷെ പിന്നെ എനിക്കത് ഇവരെ മാനേജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അത്ര ആളെ കൊണ്ടുപോകാതെ. ഇപ്പം ഞാൻ കെട്ട് നിറച്ച് ഇങ്ങോട്ട് വരുമ്പം തന്നെ എൻ്റെ കൂടെ എൻ്റെ വീട്ടിലുള്ളയും പരിസരത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ബോംബെയിൽ ഒരു സ്വാമി എൻ്റെ കൂടെ കാറായിട്ട് വന്നിട്ട് എൻ്റെ കൂടെ വന്നത്. അയാൾ തൊഴുതു, ഒന്നും വേണ്ട, അദ്ദേഹത്തിന് തൊഴുതു പോയി. ഇവിടെ എല്ലാ വർഷവും ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇനി വയ്യ, കയറ്റം കയറാൻ വയ്യ, ഇറങ്ങാൻ. പക്ഷേ ഏത് കാലത്താണോ വരുന്നത് ആ സമയമായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ മാലിടും. ഞാൻ 11 മാസമൊക്കെ തുടർച്ചയായിട്ട് വന്ന വർഷങ്ങളുണ്ട്. മകരവിളക്ക് ഒഴികെ ബാക്കി എല്ലാ സമയത്തും വന്നിട്ടുണ്ട്. മാളികപ്പുറത്ത് അമ്മയുടെ നടയിൽ ഒരു ദിവസം ആരംഭിച്ചാൽ പൂർത്തിയാവുന്നവരെ ആ പൂജകൾ, അതിലൊരു ക്രമം എങ്ങനെയാണ്? ക്രമമുണ്ട്. അത് രാവിലെ തുറന്ന അഭിഷേകം, മലർ നിവേദ്യം, ആദ്യം പാലഭിഷേകം, പിന്നെ ഇളനീരഭിഷേകം, അത് കഴിഞ്ഞാൽ മലർ നിവേദ്യം, 7 മണിക്ക് ഉഷപൂജ, 11 മണിക്ക് ഉച്ചപൂജ, വൈകുന്നേരം ദീപാരാധന, ഒരു ഭഗവതി സേവ, അത് കഴിഞ്ഞാൽ 9 മണിക്ക് അത്താഴപൂജ. ഒരു വർഷക്കാലയളവിൽ തുടരുകയാണല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് പൂർണ്ണമായിട്ടും ഈ ശബരിമല എന്ന ഈ ശാന്തി നികേതനത്തിലാണ് തുടരുന്നത്. എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അതൊരു വലിയ സന്തോഷകരമായ അനുഭവമല്ലേ? ഇതൊരു സന്യാസ ജീവിതമല്ലേ. ഭാര്യയില്ല, കുടുംബമില്ല, മക്കളില്ല, ബന്ധുജനങ്ങളില്ല, ഒരു ഫംഗ്ഷനും ഇല്ല, ഷേവ് ചെയ്യാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല. അതൊരു സന്യാസ ജീവിതമാണ് ശരിക്കും. അയ്യപ്പനെ അതേപോലെ തന്നെയാണ്. അയ്യപ്പനിപ്പോൾ മകരവിളക്ക് കഴിഞ്ഞാൽ ഒരു വട്ടക്കെട്ടും കെട്ടി മുദ്രവടിയും കൊടുത്ത് ഭസ്മത്തിൽ മൂടി, പിന്നെ അടുത്ത മാസം മലയാള മാസം 30-ാം തീയതി നട തുറക്കും. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ ശാന്തിക്കാർക്കും. നമ്മളിപ്പോൾ എല്ലാവരും പോവും. മകരവിളക്ക് കഴിഞ്ഞാൽ എല്ലാവരും, എൻ്റെ കൂടെ എല്ലാവരും പോകും. ഒരാൾ മാത്രമേ ഉണ്ടാവുള്ളൂ ഭക്ഷണം ഉണ്ടാക്കി തരാം. അത് നമുക്ക് പറ്റുന്നുണ്ട്, അയാൾ വേണ്ടാന്നൊക്കെ. അത് മാത്രമേ ഉള്ളൂ. അതിനാണ് അതൊരു ജീവിതം, ഒരു പ്രത്യേക ജീവിതമാണത്. അത് ആളുകൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ അപ്പുറം ശാന്തമാണ് അല്ലേ? അത് സാധാരണ ഈ പറയാന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും നമ്പൂരി അങ്ങനെ നമ്പൂരി ഇങ്ങനെ പറയാന്നുള്ളൂ. ഒരു നമ്പൂരിക്ക് അല്ലാണ്ട് ഇത്രയും കാലം ശാന്തി വെച്ച ആൾക്കല്ലാതെ ഈ ഒരു ഇതിൽ നിൽക്കാൻ പറ്റില്ല, ഈ ക്ലൈമറ്റിൽ നിൽക്കാൻ പറ്റില്ല. അത് ചെറുപ്പം മുതലേ ശീലിച്ച 4 മണി എണീറ്റ് കുളിക്കുക എല്ലാ ദിവസവും ഉള്ളതാണ്. ഒരു ദിവസം ഒന്നല്ല. അതിന് പൂജയ്ക്ക് പോയില്ലെങ്കിലും 4 മണിയെ ഉണരും. ഇവിടെ ഇപ്പോൾ ഞാൻ എന്ത് പറയില്ല, എനിക്ക് മാത്രമേ ഉള്ളൂ ചുമ, പനിയൊന്നും പിടിപെടാത്തത്. എൻ്റെ കൂടെ വന്ന 20 ആളിൽ അധികം ആൾക്കും ഇത് പിടിപെട്ട് കഴിഞ്ഞു. അത് മലപ്പുറത്തമ്മൻ അനുഗ്രഹം തന്നെയാണത്. ഇപ്പം എനിക്ക് പനി പിടിച്ച് കിടന്നാൽ നടക്കണ്ടേ, അത് വേറെ ആൾ ചുമതലപ്പെടുത്തേണ്ടി വരും. അതൊന്നും വേണ്ട, അത് അമ്മേൻ്റെ ഈ പ്രസാദന അനുഗ്രഹം തന്നെയാണ്. ഞാൻ മാസ്ക് ഒന്നും ഇട്ടില്ല, ഒന്നും ഇടാറില്ല. ഈ മകരവിളക്ക് മഹോത്സവ കാലത്ത് മാളികപ്പുറത്തമ്മയുടെ എഴുന്നള്ളിപ്പ് 18-ാം പടിയിലേക്ക് ശരംകുത്തിയാലിലേക്ക് ഉണ്ടല്ലോ. അതിനെ കുറിച്ചൊന്ന് ഒരു അറിവ് പകർന്നു. പന്തളം രാജാവിന്റെ കുലദേവതയായ മധുര മീനാക്ഷിന്റെ ആണ് പ്രതിഷ്ഠയാണ് മാളികപ്പുറത്തമ്മ. അത് മാളികപ്പുറത്ത് വരാൻ കാരണം ഞാൻ പന്തളത്ത് പോയപ്പോൾ അവിടുത്തെ തമ്പുരാക്കന്മാർ പറഞ്ഞാണ്, ഇപ്പോഴത്തെ നിർവാഹമുള്ള ആൾക്കാർ പറഞ്ഞത് മാളികപ്പുറത്തായിരുന്നു ഈ ദേവി, മച്ചിന്റെ മുകളിലായിരുന്നു. അതാണെന്ന് മാളികപ്പുറത്തമ്മ എന്ന് തോന്നി. ഞാൻ തന്നെ അവിടെ പോയപ്പോൾ അറിയുന്നത്, അവർ പറഞ്ഞപ്പോൾ അറിയുന്നത് അതാണ് മാളികപ്പുറത്തമ്മ. വലിയ ശക്തി വിശേഷമാണ് അവിടെ. ഇപ്പൊ അവിടെ നിങ്ങൾ പന്തളം കൊട്ടാരത്തിൽ പോയാൽ കാണാം, അവിടെ ഇപ്പോഴും ഉണ്ട്. അവിടെ ചെറിയൊരു പൂജാമുറിയിൽ ഒരു നമ്പൂരി വെച്ച് പൂജാധികാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാവിലെ പൂജ, വൈകുന്നേരം ദീപാരാധന. പോയാൽ കാണാം. വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. സ്വാമി.